മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നൈക്കയിൽ സൂപ്പർ സമ്മർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോഴേക്കും അതിൻ്റെ അവസാന സമയം ആവും. എന്നാലും നമുക്ക് കുറേ നല്ല ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഞാൻ കുറച്ചധികം പൈസ പൊടിച്ചിട്ടുണ്ട്. സോ മിക്കതും സ്കിൻ കെയർ ആണ്, മേക്കപ്പ് വളരെ കുറച്ചാണ്. അപ്പം എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സമയത്ത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലോണം പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇത് സ്പോൺസർഡ് വീഡിയോ അല്ല, ഇത് ഞാൻ തന്നെ പൈസ കൊടുത്ത് ഞാൻ തന്നെ വാങ്ങിയ ഐറ്റംസ് ആണ്. അതെ, ഒരു കാർട്ടൺ നിറയെ ഐറ്റംസ് ആണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇപ്പോൾ എത്തേണ്ട പ്രൊഡക്ട്സ് അല്ല, ഇനി നെക്സ്റ്റ് വീക്കേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ നേരത്തെ എത്തി, അതുകൊണ്ട് പെട്ടെന്ന് എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ വാങ്ങാമല്ലോ. പിന്നെ ഇത് സ്പോൺസർഡ് വീഡിയോ അല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹോൾ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് നൈക്കയുടെ ഹോൾ വീഡിയോ ആണ്. ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എന്നുള്ളതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ടല്ലോ, ഒരു കാർട്ടൺ നിറയെ സാധനങ്ങളാണ്. മിക്കതും സ്കിൻ കെയർ ആണ്. അപ്പോൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണോ എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, സോ ചിലതെല്ലാം എൻ്റെ റീപർച്ചേസസ് ഉണ്ട്, ചിലതെല്ലാം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളുണ്ട്. അപ്പം അത് എന്തൊക്കെയാണോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കയ്യിൽ കിട്ടുന്നത് വെച്ച് നോക്കാം. അപ്പോൾ ആദ്യം കിട്ടുന്നത് ഞാൻ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ സിക്ക കാമിങ് റാപ്പിഡ് റിലീഫ് ഫേസ് മാസ്ക് ആണ്. ഞാൻ ആക്ച്വലി ഇത് സ്ലീപ്പിംഗ് മാസ്ക് ആണ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഇതൊരു ഫേസ് മാസ്ക് ആണ്. എനിക്ക് തോന്നുന്നത് കഴുകിക്കളയണം. യെസ്, ഇത് കഴുകിക്കളയേണ്ട ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. നമുക്കൊന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ ഇതുവരെ ഡോട്ട് ആൻഡ് കീയുടെ ഒരു പ്രോഡക്ട്സും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അവരുടെ സ്ലീപ്പിംഗ് മാസ്ക് വളരെ നല്ലതാണെന്ന് റിവ്യൂ കണ്ടു. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തത്. പക്ഷേ ഓർഡർ തെറ്റിപ്പോയി. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. എനിക്ക് എന്തായാലും ഒരു ഫേസ് മാസ്ക് എൻ്റെ കഴിയാറായി. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്യുവർ ബൈ പ്രിയങ്കയുടെ ഫേസ് മാസ്ക് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് മാസ്ക്, കാണുന്നുണ്ടല്ലോ. അപ്പം നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഒരു സ്പാച്ചിലി ഉണ്ട് കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ എങ്ങനെയുണ്ട് മണം എന്നുള്ളത്. വാവ്, നല്ലൊരു സൂത്തിങ് മണം. എന്താ പറയുക, ഒരു പ്രത്യേകതരം യൂക്കാലിപ്റ്റസും അല്ല, ഒരു പ്രത്യേകതരം മണം വരുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മണം. നല്ല സൂത്തിങ് മണമാണ് വരുന്നത്. ജെൽ ഫോമിലാണ് ഇരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ്, ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. സോ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. നമുക്ക് ഇത് പ്രൈസ് വരുന്നത് 595 റുപ്പീസാണ്. 595 റുപ്പീസാണ് കേട്ടോ. സോ ഇതാണ് ആദ്യത്തെ എൻ്റെ പ്രോഡക്റ്റ്. അടുത്തത് ഒരു മേക്കപ്പ് സ്പ്രേ ആണ്. ഇത് നിക്സിൻ്റെ മാറ്റ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് പുതിയ ഐറ്റമാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതും നല്ല റിവ്യൂ ഉണ്ട് ഈ ഒരു മാറ്റ് സെറ്റിംഗ് സ്പ്രേ. ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് 875 റുപ്പീസാണ്. ഇതൊക്കെ ഇപ്പോൾ ഓഫർ പ്രൈസിൽ കിടക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് ഞാൻ അടുത്ത പ്രൊഡക്റ്റ് വാങ്ങിയത്. കണ്ടല്ലോ, നമുക്ക് പ്രൊഡക്റ്റ് ML വരുന്നത് 60 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയാം കേട്ടോ, ഇതൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. അടുത്തത് ഞാൻ വാങ്ങിയത് സ്കിൻ കെയർ ആണ്. മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡാണ് ഞാൻ വാങ്ങിയത്. ഞാൻ സാലിസിലിക് ആസിഡ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. കുറേ ആയിട്ട് ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് സാലിസിലിക് ആസിഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ എനിക്ക് തോന്നി ഇത് നല്ല റിവ്യൂ പറയുന്നുണ്ട് എല്ലാവരും. അപ്പം ഇതെങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഉപയോഗിച്ച ശേഷം പറയാം. മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് 0.2% ഉണ്ട്. ഇതിൽ 30 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് പ്രൈസ് 549 റുപ്പീസാണ് കേട്ടോ, ഒറിജിനൽ പ്രൈസ്. ഓക്കെ,
അടുത്തത് ഞാൻ വാങ്ങിയത് ഇതും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് ഡെർമാക്കോൻ്റെ 30% AHA BHA പീലിംഗ് കെമിക്കൽ പീലിംഗ് ആണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മിനിമലിസ്റ്റിൻ്റെ കെമിക്കൽ പീലിംഗ് ആണ്. ഇനി അതിൽ വളരെ കുറച്ചേ ബാക്കിയുള്ളൂ. സോ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ബോട്ടിൽ ഞാൻ ഇപ്പോഴാണ് പാക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ തുറക്കുന്നത്. ഒരു ഡ്രോപ്പർ ഉണ്ട്. ഓ, ഇത് റെഡ് കളറിലാണ് പീലിംഗ് സൊല്യൂഷൻ വരുന്നത്. എനിക്ക് തോന്നുന്നു ഓർഡിനറി ഒക്കെ മാതിരി റെഡ് കളറിലാണ് വരുന്നത്. മറ്റേ മിനിമലിസ്റ്റിൻ്റെ ഞാൻ വാങ്ങുന്ന സമയത്ത് യെല്ലോ കളറാണ്. അതിന് മുൻപ് എനിക്ക് തോന്നുന്നു പാക്കേജിങ് ഇതേമാതിരി റെഡ് കളർ ആയിരുന്നു. ബട്ട് ഇത് റെഡ് കളറിലാണ് ഇരിക്കുന്നത് പീലിംഗ് സൊല്യൂഷൻ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. ബിഗിനേഴ്സിന് എനിക്ക് തോന്നുന്നു 20% പീലിംഗ് സൊല്യൂഷൻ ഉണ്ട്. 20 or 25 സൊല്യൂഷനോ 25% എന്തോ പീലിംഗ് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഉപയോഗിച്ച് പഴക്കമുള്ളതുകൊണ്ട് ഞാൻ 30% വാങ്ങിയതാണ്. ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, 10% ലാക്റ്റിക് ആസിഡ് ഉണ്ട്, 10% മെൻറ്റാലിക് ആസിഡ് ഉണ്ട്, 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 റുപ്പീസാണ്. നമുക്ക് 30 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഓക്കെ, അടുത്തത് ഞാൻ വാങ്ങിയത് ഇതും ഒരു സ്കിൻ കെയർ ആണ്. ഇത് മിനിമലിസ്റ്റിൻ്റെ ആൽഫ അർബുറ്റിൻ സെറമാണ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പിഗ്മെൻറ്റേഷന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ആൽഫ അർബുറ്റിൻ പ്രത്യേകിച്ച് എനിക്കിത് ചുണ്ടിൻ്റെ അവിടെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഇതും 30 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് പ്രൈസ് 549 റുപ്പീസാണ്. സോ മിനിമലിസ്റ്റിൻ്റെ ആൽഫ അർബുറ്റിൻ 0.2%. ഓക്കെ, അടുത്തത് ഞാൻ വാങ്ങിയത് ഇത് എൽഫിൻ്റെ ഐബ്രോ പെൻസിലാണ്. അടിയിൽ ബ്രഷും മേലെ പെൻസിലും ഉണ്ട്. ഞാൻ വാങ്ങിയ കളറ് ന്യൂട്രൽ ബ്രൗൺ കളറാണ്. ഇൻസ്റ്റൻറ്റ് ലിഫ്റ്റ് ബ്രോ പെൻസിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് 280 റുപ്പീസാണ്. നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് 0.18 grams ആണ് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. വാ, ഒരു സൈഡ് ഇതാ നല്ല ബ്രഷ് ഉണ്ട്, നല്ല നീളമുള്ള ബ്രഷാണ്. മറ്റേ സൈഡ് പെൻസിലായിരിക്കും. യാ, അല്ല, നല്ല ഡാർക്ക് പെൻസിലാണ്. എനിക്ക് നല്ല ഡാർക്ക് ഐബ്രോസ് ആണ്. ഒന്ന് നോക്കട്ടെ കളർ എങ്ങനെയുണ്ടെന്ന്. ഓ, ഓക്കെ, അത്യാവശ്യം നല്ല കളറുണ്ട്, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നല്ല ന്യൂട്രൽ ബ്രൗൺ കളറാണ് വരുന്നത്. സ്മജാകുന്നുണ്ട്, പക്ഷെ പുരുകമല്ലേ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഇത് എൻ്റെ റീപർച്ചേസാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ സുഗന്ധയുടെ ഫേസ് വാഷ് അഡിക്റ്റഡ് ആണ്. അപ്പോൾ സുഗന്ധയുടെ ഫേസ് വാഷാണ് ഇത്. ഇത് അൺസെൻറ്റഡ് വേർഷനാണ്. ഇത് സെൻറ്റല്ല ഗ്രീൻ ടീ ഫേസ് വാഷ്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് 120 ml ആണ്. ഇതിൽ പാന്തനോൾ, സെൻറ്റല്ല ഗ്രീൻ ടീ ഗ്ലിസറിൻ. ഇതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫേസ് വാഷാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ്. എൻ്റെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് എന്നാൽ ക്ലീൻ ആവുന്ന നല്ലൊരു ഫേസ് വാഷാണ് ഈ ഒരു സുഗന്ധയുടെ ഫേസ് വാഷ്. ഒരു ഇറിറ്റേഷനും എനിക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ തേക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കാമിങ് ആയിട്ട് തോന്നുന്ന ഒരു ഫേസ് വാഷാണ് ഇത്. നമുക്ക് ആക്നി പ്രോൺ സ്കിന്നിന്, കോമ്പിനേഷൻ സ്കിൻ, ഓയിലി സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നൊക്കെ പറ്റിയ ഫേസ് വാഷാണ്. ഇതിൻ്റെ പ്രൈസ് ഇവിടെ 700 റുപ്പീസ്. ഓക്കെ, അടുത്തത് ഞാൻ വാങ്ങിയത് എർത്തുറുദത്തിൻ്റെ സൺസ്ക്രീനാണ്. ഇത് അൾട്രാ ഡിഫെൻസ് SPF 50 ആണ്. ഇതിൽ ആക്ച്വലി ഇതൊരു ഫിസിക്കൽ ഹൈബ്രിഡ് സൺസ്ക്രീനാണ്. അതായത് ഫിസിക്കലും കെമിക്കലും 2 കമ്പോണൻസും ഇതിൽ ഉണ്ട്. അപ്പം ഉള്ളൊന്നും പുറത്തുനിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. സോ നല്ല റിവ്യൂ ആണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതും ട്രൈ ചെയ്തിട്ട് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല തോന്നുന്നു പാക്കേജിങ് ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. കുറേ കാലങ്ങളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ആ സമയത്തൊക്കെ വേറെ വല്ലതും കയറി വരും, ആ സാധനം ഓർഡർ ചെയ്യും, വിട്ടുപോകും. ഇപ്പോഴാണ് വാങ്ങാനുള്ളൊരു ഇത് കിട്ടിയത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ എനിക്ക് വളരെ വളരെ ഇഷ്ടമായതാണ്. കണ്ണെരിയിൽ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല.
ട്യൂബാണ് കണ്ടോ, നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഈ ഒരു സൺസ്ക്രീൻ. നല്ല ബ്രൈറ്റ് കളറ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ്. സോ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഓക്കെ, ഇപ്പം നല്ല റിവ്യൂ ആണ് കേട്ടോ ഞാൻ കേട്ടത്. ഓ, ഇങ്ങനെ എല്ലാം തോന്നണം കേട്ടോ തുറക്കേണ്ടത്. ഓക്കെ, ഇത് ഇവിടെ പ്രസ്സാണ്, നമുക്ക് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തും എടുക്കാം, നമുക്ക് പ്രസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ഇതാണ് സൺസ്ക്രീൻ എർത്തൃത്വത്തിൻ്റെ. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, റേറ്റ് 715 റുപ്പീസാണ്. നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് 50 ml. അടുത്ത പ്രൊഡക്റ്റ് ഇത് ലാക്മേ അബ്സല്യൂട്ടിൻ്റെ പ്രൈമറാണ്, ബ്ലഡ് പ്രൈമറാണ്. അപ്പം ഇതിൻ്റെ മിനി ട്യൂബുണ്ട്, വലിയ ട്യൂബുണ്ട്. ഞാൻ വലിയ ട്യൂബ് വാങ്ങിയിട്ടുണ്ട്. ഇതും ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഞാൻ കുറേ കാലം മേക്കപ്പ് പുതിയ പ്രൊഡക്ട്സ് വാങ്ങി ട്രൈ ചെയ്തിട്ട്. സോ നമുക്ക് ഇത് വരുന്നത് 750 റുപ്പീസാണ്. 30 ഗ്രാമാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. ഉള്ളിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിവ്യൂ എന്നുള്ളത് പറയാം. അപ്പം നമുക്ക് പോർ ഫില്ലിങ്, അതായത് നമ്മുടെ പോഴ്സും ഒക്കെ ഫിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബ്ലർ ഔട്ട് ചെയ്യുന്ന ഒരു പ്രൈമറാണ് എന്നാണ് പറയുന്നത്. സോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, അടുത്തത് എൻ്റെ റീപർച്ചേസാണ്. നിങ്ങൾ കുറേ പ്രാവശ്യം കേട്ട് മതിയായ പ്രൊഡക്റ്റാണ്. ജ്യൂസി കെമിസ്ട്രിയുടെ ഫേസ് വാഷ്, ആക്നി ഫേസ് വാഷാണ്, ആക്നി പ്രോൺ ഓയിലി സ്കിന്നിനുള്ള ഫേസ് വാഷാണ്. സോ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് ജ്യൂസി കെമിസ്ട്രിക്ക് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അവരുടെ ബെസ്റ്റ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ, അതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. നമുക്ക് 100 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. പ്രൈസ് 650 റുപ്പീസാണ്. ഓക്കെ, സോ അടുത്തത് ഈ പ്രൊഡക്റ്റാണ്. ഓക്കെ, അടുത്തത് വീണ്ടും എൽഫിൻ്റെ ഒരു ഐലൈനർ പെണ്ണാണ്, ബ്ലാക്ക്. എനിക്ക് ഐലൈനർ പെണ്ണ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ജെൽ ഐലൈനറോ അല്ലെങ്കിൽ ലിക്വിഡ് ഐലൈനറൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയുണ്ട് എന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് 350 റുപ്പീസ്. 1.4 ഗ്രാമാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ക്വാണ്ടിറ്റി. ഈ എൽഫിൻ്റെ പെൻസിലും ഐബ്രോ പെൻസിലൊക്കെ വൈറ്റ് കളറിലാണ് കണ്ടോ. ഓക്കെ, നല്ല ഫൈൻ ടിപ്പാണ് കേട്ടോ. നോക്കട്ടെ എങ്ങനെയാണ് കളർ പിഗ്മെൻറ്റേഷൻ എന്നുള്ളത്. ഓക്കെ, നല്ല ഫൈൻ ടിപ്പാണ്. അതിന് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. ഓക്കെ, മജ്ജാവുന്നുണ്ട്, ചിലപ്പോൾ സെറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് എത്ര നേരം ഇരിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ പറയാം. ഓക്കെ, ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റ് വീണ്ടും ജ്യൂസി കെമിസ്ട്രിയുടെ, ഇതുവരെ ഞാൻ റിവ്യൂ ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ്. ഇത് ഓർഗാനിക് ബൾഗേറിയൻ റോസ് വാട്ടറാണ്. നല്ലൊരു ടോണറാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഇതുവരെ ഞാൻ ജ്യൂസി കെമിസ്ട്രിയുടെ ഏറ്റവും ഹിറ്റായ ഒരു പ്രൊഡക്റ്റാണ്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് പ്രൊഡക്റ്റ്. ഞാൻ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് തുറന്നു നോക്കി, നല്ല മണം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലുള്ളിലുള്ളത്. നല്ല ഗ്ലാസ് ബോട്ടിലാണ്, നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് 110 ml ആണ്. നമുക്ക് റേറ്റ് 650 റുപ്പീസാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കി. നല്ല റോസ്, അത് നല്ല പക്ക റോസ്, നമ്മൾ റോസ് പൂ മണക്കുന്ന മാതിരിയുള്ള മണമാണ് കേട്ടോ വരുന്നത്. സോ ഇത് ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ പറയാം. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു ലിപ്സ്റ്റിക്കാണ്. നൈക്കയുടെ ഒരു പുതിയ സെറ്റ് ഓഫ് ലിപ്സ്റ്റിക്ക് ഇറങ്ങിയിട്ടുണ്ട്, നൈക്കയുടെ ഓൾ ഡേ മാറ്റ് എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ വാങ്ങിയ ഷെയ്ഡ് സൂപ്പർ മം എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വാങ്ങിയത്. ഇപ്പോൾ അവരുടെ കുറേ ഷെയ്ഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഒരു ന്യൂഡ് കളർ നോക്കി വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് തുറക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് പിഗ്മെൻറ്റേഷൻ കളറ് എന്നുള്ളത് ഞാൻ പറയാം. ഇത് കളർ ആക്ച്വലി പക്ക ബ്രൗൺ അല്ല, ന്യൂഡ് കളറും അല്ല, ഒരു പീച്ചി ബ്രൗൺ കളറാണ് എന്ന് എനിക്ക് തോന്നുന്നു.
ഒന്ന് നോക്കട്ടെ. വളരെ നല്ല കളറാണ് കേട്ടോ, നല്ല ന്യൂഡ് കളറാണ്. എനിക്ക് തോന്നുന്നു ഒരു ബ്രിക്ക് ന്യൂഡോ അങ്ങനെ എന്തോ ഒരു കളറാണത്. കാണുന്നുണ്ടോ? യാ. അപ്പോൾ ഇതാണ് അടുത്ത ലിപ്സ്റ്റിക്ക്. ഞാൻ ഇട്ട് നോക്കിയിട്ട് ഒന്ന് സ്വാച്ച് കാണിച്ചു തരാം, ഇട്ടിട്ട് കാണിച്ചു തരാം ഒരു ദിവസം. അടുത്തത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്, ലാസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇത് എർത്തുടുത്തത്തിൻ്റെ ലിപ്പ് ബട്ടറാണ്, ലിപ്പ് മാസ്കാണ്. സ്ട്രോബെറി ബീട്രൂട്ട് പൊമഗ്രാനേറ്റ് ലിപ്പ് മാസ്കാണ്. ഇത് രാത്രി അല്ലെങ്കിൽ രാവിലെയൊക്കെ, രാത്രിയാണ് ഒരു പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് രാത്രിയെക്കാട്ടിലും ഞാൻ പ്രിഫർ ചെയ്യുക രാവിലെ ആയിരിക്കും. നല്ലൊരു ലിപ്പ് പ്ലംപിംഗ് ആയിട്ടുള്ള നമ്മുടെ പിഗ്മെൻറ്റേഷനും ഒക്കെ പോകാനായിട്ട് നല്ലൊരു മാസ്കാണ് എന്ന് പറഞ്ഞു കേട്ടു. സോ അതിന് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് 549 റുപ്പീസാണ്. നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് 10 ml ആണ്. ഇതും നല്ല റിവ്യൂ ആയിരുന്നു ഈ പ്രൊഡക്റ്റിന്. എല്ലാവരും നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ട്രൈ ഇറ്റ്. ഇതൊന്ന് തുറക്കാൻ കിട്ടുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ, വളരെ കുറച്ച് മതി എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് ഉള്ളിലെ കളറ്, ട്രാൻസ്പാരൻ്റ് അല്ല. അപ്പം ഇതും എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിവ്യൂ പറയാം. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡബ്ബ കാലിയായിട്ടുണ്ട് കണ്ടോ. അപ്പം ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉടനെ റിവ്യൂ പറയാം. സോ ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.